അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന മൊഡ്യൂൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സെഷനാണ്. ഇവിടെ നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെയാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിനെ കംപ്ലീറ്റഡ് റെക്കോർഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടിക്കലി ചെയ്യാൻ പോവുകയാണ്. സോ ഇവിടുന്ന് അങ്ങോട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അൺസിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഡേറ്റ കാണത്തില്ല. ഓക്കെ, സോ നമ്മുടെ ജോലി നമുക്കറിയാവുന്ന അക്കൗണ്ടിങ് നോളജ് അപ്ലൈ ചെയ്ത് ആ ഇൻകംപ്ലീറ്റ് ആയ ഡേറ്റ കംപ്ലീറ്റഡ് ആൻഡ് പ്രോപ്പർ അക്കൗണ്ട്സിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റണം. അത് എങ്ങനെയാണെന്നാണ് പറയാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പ്രാക്ടിക്കൽ വശത്തിലേക്ക് പോവുകയാണ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിനെ കംപ്ലീറ്റഡ് റെക്കോർഡ്സ് ആക്കി മാറ്റാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. നമ്മളിവിടെ രണ്ട് മെത്തേഡ് വഴിയാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്നും കംപ്ലീറ്റഡ് റെക്കോർഡ്സിലേക്കുള്ള ട്രാൻസ്ഫറിങ് നടത്തുന്നത്. സോ കണ്ടോ, മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് പ്രോഫിറ്റ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്നും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിച്ച് കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയും. ഫസ്റ്റ് മെത്തേഡിന്റെ പേര് അതിനകത്തുണ്ട്, ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡിന്റെ പേര് കൺവേർഷൻ മെത്തേഡ്. നമ്മൾ ഈ രണ്ട് വാക്ക് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഒന്നാമത്തെ മെത്തേഡ് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് കൺവേർഷൻ മെത്തേഡ്. ഈ രണ്ട് വാക്കുകൾ നോക്കിയാൽ മതി, ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡും കൺവേർഷൻ മെത്തേഡും. സോ നമ്മൾ ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ മെത്തേഡായ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡാണ്. സോ ഇതിനെപ്പറ്റി മാത്രം നമുക്കിപ്പോൾ സംസാരിക്കാം. ഫസ്റ്റ് മെത്തേഡിനെ പറ്റി മാത്രം സംസാരിക്കാം. രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, സോ ഇനി നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും നിങ്ങളുടെ മൈൻഡ് മുഴുവനും ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡിലേക്ക് വരിക. ഓക്കെ, സോ അവിടെയും ആ വേർഡിന്റെ അല്ലെങ്കിൽ ആ ഒരു യൂസേജിന്റെ മീനിങ്ങിൽ തന്നെ നമുക്ക് അതിന്റെ വഴി തുറന്നിട്ടിട്ടുണ്ട്. ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് എന്താ? കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക. ഓക്കെ, അപ്പൊ താരതമ്യം ചെയ്യണമെങ്കിൽ ഒരൈറ്റം മാത്രം മതിയോ? ഒരേ ഒരു കാര്യം വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും? ഇല്ല. കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ ഐറ്റം വേണം. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടിൽ കൂടുതൽ ഐറ്റം വേണം. അപ്പോൾ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ക്യാപിറ്റൽ എടുത്ത് വെച്ച് കമ്പയർ ചെയ്യുകയാണ്. ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ ലോജിക് വെറും ഇംഗ്ലീഷ് മീനിങ് ആണ്. ഇംഗ്ലീഷ് വാക്കിന്റെ മലയാളം മീനിങ് മാത്രം നോക്കിയാൽ മതി. ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. കമ്പയർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ രണ്ട് ക്യാപിറ്റൽ വേണം. കാര്യം ഒരു കാര്യം മാത്രം എടുത്തു വെച്ചെടുത്ത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, രണ്ട് കാര്യം എടുത്തു വെച്ചാണ് നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഉറപ്പാണ് രണ്ട് ക്യാപിറ്റൽ അവിടെ കാണും. അപ്പോൾ ആ രണ്ട് ക്യാപിറ്റലും കൂടെ കമ്പയർ ചെയ്യുന്ന മെത്തേഡിനെയാണ് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ പറയുന്ന രണ്ട് ക്യാപിറ്റൽ? ഒരു ബിസിനസ്സിന് രണ്ട് ക്യാപിറ്റലോ? അതെവിടുന്ന് വന്നു? അതായത് ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാപിറ്റലും ക്ലോസിംഗ് ഡേറ്റിലെ ക്യാപിറ്റലും ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ രണ്ട് ക്യാപിറ്റൽ എന്നല്ല. ഒരു ബിസിനസ്സിലേക്ക് ഓരോ വർഷം കഴിയും തോറും നമ്മൾ ബുക്ക് ക്ലോസ് ചെയ്യുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓരോ വർഷവും ഒരു ഓപ്പണിംഗ് ഡേറ്റും കാണും. അതിപ്പോൾ ജനുവരി 1 1/1. ക്ലോസിംഗ് ഡേറ്റും കാണും 31/12. ഓക്കെ, സോ അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാപിറ്റലും ക്ലോസിംഗ് ഡേറ്റിലെ ക്യാപിറ്റലും കൂടെ കമ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇത് കമ്പയർ ചെയ്യുന്നത്? നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ജനുവരി 1 ജനുവരി 1, 2018 ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ 10,000 രൂപയാണ് ഞാൻ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സോ 10,000 രൂപ മുടക്കി ഞാൻ ഫസ്റ്റ് ജനുവരി 2018 ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. മൈ ക്യാപിറ്റൽ ഈസ് 10,000 rupees. അപ്പോൾ എൻ്റെ മുടക്ക് മുതൽ എന്ന് പറയുന്നത് 10,000 ആണ്. ഓക്കെ, 31 ഡിസംബറായി, ആ വർഷത്തിന്റെ അവസാനത്തെ ഡേറ്റ് ആയി. 31 ഡിസംബറിൽ നോക്കുമ്പോൾ എൻ്റെ ക്യാപിറ്റൽ ഫിഗർ 15,000 ആയിട്ട് കാണപ്പെടുന്നു. ഇപ്പോൾ അറ്റ് പ്രസന്റ് ബിസിനസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 15,000 രൂപയുണ്ട്. ഞാൻ 10,000 രൂപ മുടക്കി ബിസിനസ് ചെയ്ത ആ ബിസിനസ് ഇന്ന്, അതായത് 31 ഡിസംബറിൽ 15,000 രൂപയാണ് അതിന്റെ വാല്യൂ ആയിട്ട് കാണപ്പെടുന്നത്. ഈ 5,000 രൂപ അന്തരീക്ഷത്തിൽ നിന്ന് പൊട്ടിമുളച്ചതൊന്നും അല്ലല്ലോ. ഈ 5,000 രൂപ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഈ 5,000 ആണ് ഞാൻ ആ വർഷം നേടിയ പ്രോഫിറ്റ്. 10,000 രൂപ മുടക്കി
12 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് 15,000 ആയിട്ട് നിൽക്കുന്നു. അതെവിടുന്ന് വന്ന് ഈ 5,000 രൂപ? ആ 5,000 ആണ് പ്രോഫിറ്റ്. സിംപ്ലി ദിസ് ഈസ് ക്യാപിറ്റൽ കമ്പാരിസൺ. യു ജസ്റ്റ് കമ്പയർ ഓപ്പണിംഗ് ക്യാപിറ്റൽ വിത്ത് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇഫ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഈസ് മോർ ദാൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ, അവിടെ പ്രോഫിറ്റ് ആണ്. ബട്ട് ഇഫ് ദ ക്ലോസിംഗ് ക്യാപിറ്റൽ ഈസ് ലെസ് ദാൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ, ദർ മസ്റ്റ് ബി ലോസ്. ഇവിടെ ഈ കേസിൽ എന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് 10,000 ആൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഈസ് 15,000. സോ പ്രോഫിറ്റിന്റെ എമൗണ്ട് എത്രയാണ്? 5,000 ആണ് നമ്മുടെ പ്രോഫിറ്റ്. ദിസ് ഈസ് സിംപ്ലി ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. ഇത്രയേ ഉള്ളൂ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. ഇനി ഇതിലേക്ക് വരാവുന്ന കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ എന്താണെന്നൊക്കെയാണ് പറഞ്ഞുതരാം. 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ 10,000 രൂപയാണ് മുടക്കിയത് അല്ലേ? ഞാൻ 10,000 രൂപയാണ് ബിസിനസ്സിലേക്ക് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ എത്ര കാണുന്നു? 15,000. ഇതാണല്ലോ എൻ്റെ എക്സാമ്പിൾ. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ഓരോ കോൺടെക്സ്റ്റ് 1-2 അഡീഷണൽ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞുതരാം. ഞാൻ 10,000 രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു 2,000 രൂപ എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് ഞാൻ അങ്ങ് വിഡ്രോ ചെയ്തുകൊണ്ട് പോയി. ഡ്രോയിങ്സ് എന്ന് വിളിക്കും, അതിനാണ് ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? 10,000 രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു, ഓക്കെ. പക്ഷെ ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന്, വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഒരു 2,000 രൂപ അങ്ങ് തിരിച്ചെടുത്തുകൊണ്ട് പോയായിരുന്നു. ഡ്രോയിങ്സ് ഉണ്ട് 2,000 രൂപ. അങ്ങനെ നോക്കിയാൽ 10,000 രൂപ കൊണ്ടുവന്നു, 2,000 രൂപ ഞാൻ വിഡ്രോ ചെയ്തുകൊണ്ട് പോയി. എന്നിട്ടും ക്ലോസിംഗിൽ 15,000 രൂപയുടെ വാല്യൂ ഉണ്ട്. സിറ്റുവേഷൻ മനസ്സിലായോ? 10,000 രൂപ കൊണ്ടുവന്നു, 2,000 അങ്ങ് വിഡ്രോ ചെയ്തുകൊണ്ട് പോയി. ക്ലോസിംഗ് ഡേറ്റ് നോക്കുമ്പോൾ 15,000 രൂപയുടെ വാല്യൂ ഉണ്ട്. ഈ സിറ്റുവേഷൻ എത്രയാണ് പ്രോഫിറ്റ്? ഇങ്ങനൊരു സിറ്റുവേഷനിൽ എത്ര രൂപയാണ് പ്രോഫിറ്റ്? സി, ഇത് കണ്ടുപിടിക്കുന്നത് ക്ലോസിംഗിൽ 15,000, ഓക്കെ. ക്ലോസിംഗിൽ 15,000, ഓപ്പണിംഗിൽ 10,000. ഇതിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ക്ലോസിംഗ് ക്യാപിറ്റലിനും ഓപ്പണിംഗ് ക്യാപിറ്റലിനും ഇപ്പോഴും അത് തന്നെ, ഒരു വ്യത്യാസമില്ല. ക്ലോസിംഗ് ഡേറ്റിൽ എത്ര ഉണ്ട്? 15,000, ഓപ്പണിംഗിൽ 10,000. ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചത്? ഈ ഓപ്പണിംഗിനും ക്ലോസിംഗിനും ഇടയ്ക്ക് എന്താ സംഭവിച്ചു? ഡ്രോയിങ്സ്. ഒരു 2,000 രൂപ ഞാൻ വിഡ്രോ ചെയ്തുകൊണ്ട് പോയി. സി, ആ 2,000 രൂപയും കൂടെ ചേർത്തേ ഞാൻ എൻ്റെ ലാഭം കണക്കാക്കാവൂ. അല്ലാതെ 15,000 10,000 കുറച്ച് 5,000 തന്നെയാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാര്യം ഈ 10,000 രൂപ എന്ന് പറയുന്നതിൽ 2,000 രൂപ ഞാൻ തിരിച്ചെടുത്തുകൊണ്ട് പോയില്ലേ? അപ്പോൾ 15,000 നിന്നും 10,000 കുറച്ചതിന് ശേഷം ഡ്രോയിങ്സ് തിരിച്ച് ആഡ് ചെയ്യണം. മനസ്സിലാക്കുക, ഓൾവേസ് ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നെ കണക്ക് ചെയ്യാവൂ. ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറയണം. അപ്പോൾ എത്ര കിട്ടും? 5,000. പക്ഷെ ആ ഡ്രോയിങ്സിന്റെ എമൗണ്ട് തിരിച്ച് ആഡ് ചെയ്യണ്ടേ? മനസ്സിലാവുന്നില്ലേ? ഡ്രോയിങ്സും കൂടെ പരിഗണിച്ചാൽ 5,000 അല്ലല്ലോ, നമുക്ക് 7,000 അല്ലേ പ്രോഫിറ്റ്. ക്ലിയർ ആയില്ലേ? 10,000 രൂപ കൊണ്ടുവന്നു, ഓക്കെ. 2,000 രൂപ അപ്പം തന്നെ വിഡ്രോ ചെയ്തുകൊണ്ട് പോയി. അങ്ങനെ നോക്കിയാൽ പിന്നെ ഇവിടെ 8,000 ഉള്ളൂ. ആ 8,000 നിന്നാണ് നമ്മൾ 15,000 ആക്കി മാറ്റിയത്. സോ പ്രോഫിറ്റ് ഈസ് 7,000. ഇതല്ലേ ലോജിക്ക്? ഇത് നമ്മൾ ചെയ്യുമ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലെ ആദ്യം എഴുതാവൂ. ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നാണ് വർക്കിംഗ് തുടങ്ങേണ്ടത്. ദാറ്റ് ഈസ് 15,000. ലാസ്റ്റ് ഓപ്പണിംഗ് ക്യാപിറ്റലും വരണം, അതായത് മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇതിനിടയ്ക്കാണ് ഡ്രോയിങ്സ് ആഡായി വരേണ്ടത്. ഇതാണ് നമ്മുടെ മെത്തേഡ്. ഇത് ഏത് രീതിയിലും ചെയ്താൽ അവസാനം 7,000 വന്നാൽ മതി. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ ആദ്യം എഴുതണം, ഇത് ആദ്യം എഴുതണം. ഓപ്പണിംഗ് ക്യാപിറ്റലാണ് ഏറ്റവും അവസാനത്തെ വരി നിൽക്കേണ്ടത്. അപ്പോൾ ഡ്രോയിങ്സ് ഇതിനിടയ്ക്ക് കയറ്റുമ്പോൾ ഡ്രോയിങ്സ് ഇവിടെ ആഡ് ചെയ്ത് കയറ്റിയാലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെ വരും? 15,000 പ്ലസ് 2,000 അപ്പോൾ 17,000 വരും. ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ 10,000, നമുക്ക് 7,000 തന്നെ ആൻസർ കിട്ടും. നമുക്ക് 7,000 രൂപ തന്നെ ആൻസർ കിട്ടും. ക്ലിയർ ആയോ എങ്ങനെയാണ് ഡ്രോയിങ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന്? സോ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത്രയും എമൗണ്ട് ബിസിനസ്സിൽ നിന്ന് പുറത്തോട്ട് പോയി എന്നാണ്. എന്നിട്ടും നമ്മൾ ഒരു നല്ല എമൗണ്ട് ക്ലോസിംഗിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡ്രോയിങ്സ് കൺസിഡർ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഓപ്പണിംഗ് ക്യാപിറ്റൽ, ക്ലോസിംഗ് ക്യാപിറ്റൽ, ഈ 2 എമൗണ്ടിനും ഡിസ്റ്റർബ് ചെയ്യരുത്. 15,000 10,000 ഇതൊന്നും ഒരു മാറ്റവും വരുത്തരുത്. ഡ്രോയിങ്സ് ഇടയ്ക്ക് വേണം അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാൻ. പ്ലസ് ഡ്രോയിങ്സ് എന്ന് വരും, ഓക്കെ. ഇനി വേറൊരു സിറ്റുവേഷൻ ഞാൻ പറയട്ടെ. ഞാൻ 10,000 രൂപ കൊണ്ടുവന്ന് ബിസിനസ് നടത്തുന്നു. 2,000 രൂപ ഞാൻ വിഡ്രോ ചെയ്തു. ഞാനൊരു 3,000 രൂപ വീണ്ടും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഞാനൊരു 3,000 രൂപയും കൂടെ വീണ്ടും ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. 10,000 രൂപ ആദ്യം കൊണ്ടുവന്നു, 2,000 രൂപ ഞാൻ വിഡ്രോ ചെയ്തുകൊണ്ട് പോയി, പിന്നെ ഒരു 3,000 രൂപ വീണ്ടും കൊണ്ടുവന്നു.
ഇത്രയൊക്കെയാണ്. ക്ലോസിങ്ങിൽ 15,000 തന്നെ, ക്ലോസിങ്ങിൽ 15,000 തന്നെ. ആ സമയത്ത് എത്ര ആയിരിക്കും പ്രോഫിറ്റ്? 10,000 ആദ്യം കൊണ്ടുവന്നു, 2,000 അങ്ങ് വിഡ്രോ ചെയ്തുകൊണ്ട് പോയി. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അവിടെ 8,000 ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ അവിടെ 8,000 ഉള്ളൂ. പിന്നെ ഒരു 3,000 വീണ്ടും കൊണ്ടുവന്നു, അപ്പം 11,000 അപ്പം 11,000 ആ 11,000 ഇപ്പോൾ 15,000 നിൽക്കുന്നത്. സോ പ്രോഫിറ്റ് 4,000. ഈ സിറ്റുവേഷനിൽ പ്രോഫിറ്റ് 4,000 അല്ലേ? നമ്മൾ ആദ്യം 10,000 കൊണ്ടുവന്നു, 2,000 വിഡ്രോ ചെയ്തുകൊണ്ട് പോയി. സോ അവിടെ 8,000 ഉള്ളേ. പിന്നെ 3,000 കൊണ്ടുവന്നു, 11,000 ഇപ്പോൾ അത് 11,000 നിൽക്കുവാണ്. ലാസ്റ്റ് ഡേറ്റ് നോക്കുമ്പോൾ 15,000. സോ പ്രോഫിറ്റ് ഈസ് 4,000. ഇത് പക്ഷെ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് തുടങ്ങണം, 15,000 തുടങ്ങണം. ലാസ്റ്റ് ഓപ്പണിംഗ് ക്യാപിറ്റൽ നിൽക്കണം. ഇതിങ്ങനെ തന്നെ ആയിരിക്കണം. സ്റ്റാർട്ട്സ് വിത്ത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആൻഡ് എൻഡ്സ് വിത്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഇതിന്റെ ഇടയ്ക്ക് തന്നെ വരണം. എങ്ങനെയാണ് വരുന്നത്? ഡ്രോയിങ്സ് തിരിച്ച് ആഡ് ചെയ്യണം, 2,000. ഫർദർ ആയിട്ട് കൊണ്ടുവന്നൊരു 3,000 രൂപയില്ലേ അഡീഷണൽ ക്യാപിറ്റൽ, അത് കുറയ്ക്കണം, 3,000 രൂപ കുറയ്ക്കണം. സി 15,000 നിന്ന് 2,000 കൂട്ടുമ്പോൾ 17,000. 17,000 നിന്ന് 3,000, 17,000 നിന്ന് 3,000 കുറഞ്ഞാൽ 14,000. ആ 14,000 നിന്ന് 10,000 കുറച്ചാൽ നമ്മുടെ ആൻസർ 4,000 തന്നെ കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ പഠിക്കേണ്ടുന്നത് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡിൽ വരാവുന്ന 2 അഡ്ജസ്റ്റ്മെന്റ്, ഒന്ന് ഡ്രോയിങ്സും മറ്റൊന്ന് ഫ്രഷ് ക്യാപിറ്റൽ കൂടാതെ ഫർദർ ക്യാപിറ്റൽ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ക്ലോസിംഗ് ക്യാപിറ്റൽ ആദ്യം എഴുതണം. ആഡ് ഡ്രോയിങ്സ് ലെസ് ഫർദർ ക്യാപിറ്റൽ. അത് കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറയ്ക്കുക. സ്റ്റാർട്ട്സ് വിത്ത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആൻഡ് എൻഡ്സ് വിത്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിരിക്കണം അവസാനത്തെ ഐറ്റം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 അഡ്ജസ്റ്റ്മെന്റ് ഇതിന്റെ ഇടയ്ക്ക് തന്നെ നിൽക്കണം. ഡ്രോയിങ്സ് തിരിച്ച് ആഡ് ചെയ്യുക, ഫർദർ ക്യാപിറ്റൽ ലെസ് ചെയ്യുക. ക്ലിയർ ആയ ലോജിക്ക് എന്താണെന്നുള്ളത്? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡിലൂടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കിട്ടിയ പ്രോഫിറ്റ്, അതായത് ഞാനിപ്പോൾ 3-4 സിറ്റുവേഷൻ പറഞ്ഞു. ഒന്നാമത്തെ സിറ്റുവേഷനിൽ ഡ്രോയിങ്സും ഇല്ല, അഡീഷണൽ ക്യാപിറ്റലും ഇല്ല. രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഡ്രോയിങ്സ് ഉണ്ട്. മൂന്നാമത്തെ സിറ്റുവേഷനിൽ ഡ്രോയിങ്സും ഉണ്ട്, അഡീഷണൽ ക്യാപിറ്റലും ഉണ്ട്. ഇവിടെ എല്ലാം നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഞാൻ ഏത് സിറ്റുവേഷനിൽ കണ്ടുപിടിച്ചതായാലും, ആദ്യത്തെ കേസിൽ നമുക്ക് 5,000 രൂപ പ്രോഫിറ്റ് കിട്ടി, രണ്ടാമത്തെ കേസിൽ നമുക്ക് 7,000 രൂപ പ്രോഫിറ്റ് കിട്ടി, മൂന്നാമത്തെ കേസിൽ നമുക്ക് 4,000 രൂപ പ്രോഫിറ്റ് കിട്ടി എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതെല്ലാം തന്നെയും എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഈ ക്യാപിറ്റൽ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും അഡീഷണൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ്, അതായത് ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ഔട്ട്സ്റ്റാൻഡിങ്, അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം പരിശോധിച്ചതിന് ശേഷമേ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ക്യാപിറ്റൽ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. ആ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും മറ്റ് അഡ്ജസ്റ്റ്മെന്റുകൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്താലേ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടൂ. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ചെറിയൊരു ഇല്ലസ്ട്രേഷൻ, ചെറിയൊരു പ്രോബ്ലം നോക്കാം. ഇതൊരു സിമ്പിൾ പ്രോബ്ലം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ വരൂ. മിസ്റ്റർ കൺഫ്യൂഷൻ സ്റ്റാർട്ടഡ് എ സ്മോൾ ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് 30,000 ഓൺ 1st April 2013. അപ്പോൾ April 1, 2013 നമ്മുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരാൾ 30,000 രൂപ കൊണ്ടുവന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓൺ 31st March 2014, അപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് ആണ് 31st March 2014 എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ഡേറ്റിൽ ഹിസ് ക്യാപിറ്റൽ ഈസ് 42,000. 30,000 രൂപ കൊണ്ടുവന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്ക് ക്ലോസിംഗ് ഡേറ്റിൽ 42,000 രൂപ ക്യാപിറ്റൽ കാണുന്നു. ഡ്യൂറിംഗ് ദ ഇയർ ഹി വിഡ്രോ, ഡ്രോയിങ്സ് ഉണ്ട് കേട്ടോ, 8,000. പക്ഷേ ഈ കാലയളവിൽ അയാൾ 8,000 രൂപ വിഡ്രോ ചെയ്തു ആൻഡ് ബ്രോട്ട് 10,000 ആസ് അഡീഷണൽ ക്യാപിറ്റൽ. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ 30,000, ക്ലോസിംഗ് ക്യാപിറ്റൽ 42,000, ഡ്രോയിങ്സ് 8,000, അഡീഷണൽ ക്യാപിറ്റൽ 10,000. പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. നമ്മളിപ്പോൾ ഈ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ക്ലോസിംഗ് ക്യാപിറ്റൽ ആദ്യം എഴുതണം, ഉറപ്പാണ്, അതങ്ങനെ പറ്റൂ. ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതി തന്നെ പഠിക്കുക. ക്ലോസിംഗ് ക്യാപിറ്റൽ ആദ്യം എഴുതി 42,000. ഡ്രോയിങ്സ് ആഡ് ചെയ്തു,
ഡ്രോയിങ്സ് ആഡ് ചെയ്തു, അപ്പോൾ 50,000. അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്തു, എന്നിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറച്ചപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടി 10,000. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സിമ്പിൾ ഇല്ലസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുക, ആ കിട്ടുന്നതിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറയ്ക്കുക, ആ സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ്. ഓക്കെ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ വന്നിരിക്കുന്നത് നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ, സപ്പോസ് ഏതെങ്കിലും കണക്കിൽ ഇവിടെ ലാസ്റ്റ് ഫിഗർ നെഗറ്റീവ് വന്നാൽ ഒന്നുമില്ല, ലോസ്. നെഗറ്റീവ് വന്നാൽ ലോസ്, ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് പ്രോഫിറ്റ്. ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുവിധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കയറി വരുന്ന പ്രോബ്ലംസ് ആണ് ഇനി വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. ബേസിക്കലി ഇങ്ങനെയാണ് ചെയ്തു പോകുന്നത്. ഓക്കെ.